ശ്രീ രാധാകൃഷ്ണൻ സാർ, ഈ ഏറ്റവും ഒടുവിൽ ഈ പാളി കൊടുത്തുവിടുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി കൊടുത്തുവിടുന്നത് PS പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരിക്കുന്ന സമയത്താണ്. അപ്പോൾ പ്രശാന്തിലേക്ക് കൂടി അന്വേഷണം ഈ ഘട്ടത്തിൽ അനിവാര്യമല്ലേ? കാരണം ഈ സ്വർണവുമായി ബന്ധപ്പെട്ട വസ്തുക്കളുടെ അറ്റകുറ്റപ്പണി സന്നിധാനത്ത് അവിടെ ആ പ്രിമൈസസിൽ വെച്ച് മാത്രമേ നടത്താൻ പാടുള്ളൂ എന്നതാണ് ചട്ടം. പക്ഷേ ആ ചട്ടം മറികടന്നുകൊണ്ട് സ്പെഷ്യൽ കമ്മീഷണറെ പോലും അറിയിക്കാതെ ഇത്തരത്തിൽ പാളി കൊണ്ടുപോയതിൽ പ്രശാന്തിലേക്ക് കൂടി അന്വേഷണം എത്തേണ്ടതല്ലേ? തീർച്ചയായിട്ടും അത് SITയുടെ റിപ്പോർട്ടിന്മേലുള്ള ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവിൽ വളരെ വ്യക്തതയോടുകൂടി പറഞ്ഞിട്ടുണ്ട്. 2024 ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ദേവസ്വം ബോർഡിൻ്റെ ഇറങ്ങുന്നു. അതിൽ ദ്വാരപാല വിഗ്രഹങ്ങൾ ചെമ്പ് പൊതിഞ്ഞതെന്നാണ് എഴുതിയിരിക്കുന്നത്. അന്നും ചെമ്പ. ഈ 99 ചെമ്പായി, അതുപോലെ തന്നെ 2024 അത് ചെമ്പായി. അപ്പോൾ അത് സംബന്ധിച്ചും അപ്പോൾ അവിടെ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. 2023 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒരു നിർദ്ദേശം കൊടുക്കുന്നു. മേലിൽ അത് സാധാരണ അത് 2022 എവിടോ ഈ അയ്യപ്പൻ്റെ രുദ്രാക്ഷവും ആ വടിയും യോഗദണ്ഡും റിപ്പയർ ചെയ്ത് സംബന്ധിച്ചൊരു തർക്കം അത് കോടതിയുടെ അനുമതി അത് അംഗീകരിച്ചു. പക്ഷേ അംഗീകരിച്ചിട്ട് കോടതി അതിനകത്ത് ആ ഉത്തരവിൽ പറഞ്ഞ് ഹിയർ ഇൻ ആഫ്റ്റർ ഇനി മേലാൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ മുൻകൂട്ടി സ്പെഷ്യൽ കമ്മീഷനെ അറിയിക്കണം, കാരണം അദ്ദേഹത്തിന് ഈ കോടതിയുടെ അനുവാദം വാങ്ങിക്കാൻ എന്ന് 2023 ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ ഉത്തരവ് കണ്ടില്ലെന്നാണ് 2024 പ്രസിഡൻറ്റ് പറയുന്നത്. ഞാൻ കണ്ടില്ല, ഞാൻ അറിഞ്ഞില്ല. കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അവിടെ 3 വക്കീലന്മാരുണ്ട്, അവിടെ ഒരു ലാ ഓഫീസറുണ്ട്, 3 ലീഗൽ അസിസ്റ്റൻറ്റ് ലാ ഗ്രാജുവേറ്റ്സ് ഉണ്ട്, ഒരു 10-15 ഇതുപോലെ നിയമ പണ്ഡിതന്മാരുടെ ഒരു സങ്കേതം ദേവസ്വം ബോർഡിനുണ്ട്. അവരാരും അറിഞ്ഞില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ആ കാര്യം കൂടി ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരണമെന്ന് SITക്ക് വളരെ ഖണ്ഡിതമായി ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ച്, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അന്വേഷണം നടന്നേ മതിയാവും. ഉത്തരവ് നിലവിലുണ്ട്. അപ്പോൾ എങ്ങനെ പൊതിഞ്ഞ് സംരക്ഷിക്കാൻ നോക്കിയാലും എല്ലാവരും ഇതിൻ്റെ ഭാഗമായി ഇതിൽ കുടുങ്ങുമെന്നുള്ള കാര്യത്തിൽ വളരെ കൃത്യമായ കാര്യമാണ്. ഏറ്റവും ഒടുവിൽ അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭനിലേക്കാണ് പോകുന്നത്. അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ, ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് അതിനിശ്ചിതമായ വിമർശനം ഉണ്ടായിരിക്കുന്നു. SITയെ ഹൈക്കോടതിയുടെ സമ്മർദ്ദത്തിലാണ് ഇപ്പോൾ SIT ഉള്ളത്. സ്വാഭാവികമായും ചില നടപടികൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ ED കളത്തിലിറങ്ങുന്ന സാഹചര്യം കൂടി ഉണ്ടായിരിക്കുകയാണ്. കോടതി പറഞ്ഞതുപോലെ വൻ തോക്കുകളിലേക്ക് ഈ വരുന്ന നാളുകളിൽ അന്വേഷണം ചെന്നെത്തുമോ? കാരണം ഇനി വരാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. 3-4 മാസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇത്ര വലിയ തിരിച്ചടി. അപ്പോൾ ഈ കേസിൻ്റെ പുരോഗതി മുന്നോട്ട് പോകുമ്പോൾ വൻ തോക്കുകളിലേക്ക് എത്തുമ്പോൾ ഇത് ആരെയെല്ലാമാണ് ബാധിക്കാൻ പോകുക? അല്ല, ഇതിപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ കണ്ണിലൂടെ ഇതിനെ കാണണ്ട. ഇവിടെ നടന്നിരിക്കുന്നത് അതിഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ്. ഒരു സമുദായത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ എന്താ പറയുക, ഏറ്റവും മൂർത്തിമത് ഭാവത്തിൽ ഇരിക്കുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ മുതലുകൾ, സ്വത്തുക്കൾ പട്ടാപ്പകല് അത് ഭരിക്കാൻ ഏൽപ്പിച്ച ആൾക്കാരും കുറേ കള്ളന്മാരും കൂടി ചേർന്ന് അഴിമതി കാണിച്ച് മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഗുരുതരാവസ്ഥ അതാണ്. ഇത് ഈ വേറെ ഏതെങ്കിലും നാട്ടിലാണെങ്കിൽ, വേറെ ഏതെങ്കിലും സമുദായമാണെങ്കിൽ, ഇപ്പം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഇവരെ തലവെട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഭാരതത്തിലെ ജനാധിപത്യ രാജ്യമാണ്, ഇവിടുത്തെ നിയമങ്ങൾ വ്യത്യസ്തമാണ്, ഇവിടെ സാങ്കേതികമായി കുറേ നടപടിക്രമങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇവരൊക്കെ ഇന്ന് പലരും പുറത്തിറങ്ങി നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ വളരെ ഗുരുതരമായൊരു വിഷയമായി കണ്ട് ഇതിനെ അതിൻ്റെ ഗൗരവത്തിലെടുത്ത് കേരളത്തിലെ ഈ SITയും അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ പ്രവർത്തിക്കണം. ഇല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതിൻ്റെ അന്വേഷണം CBIക്ക് കൈമാറണം. അത്രയും ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഇതിലുള്ളത്. ഇന്നത്തെ കോടതി വിധി, 2 കോടതി വിധികൾ, ഒന്ന് ഈ SITയെ വിമർശിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയ കോടതി വിധിയും അതോടൊപ്പം EDക്ക് ഈ രേഖകൾ കൈമാറാനുള്ള വിജിലൻസ് കോടതി വിധിയെ സ്വാഗതം ചെയ്യുകയാണ്. അതിൽ പ്രതീക്ഷയുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്ന വിശ്വാസത്തിലാണ് ഇവിടുത്തെ വിശ്വാസികൾ.